Today we are going to take the fifth chapter, subtraction of larger numbers. Okay, നമ്മൾ കഴിഞ്ഞ ഇതിൽ അഡീഷൻ ഓഫ് ലാർജ് നമ്പേഴ്സ് ആയിരുന്നു എടുത്തത്. ഇപ്പോൾ നമ്മൾ പുതിയ ചാപ്റ്ററാണ് സബ്ട്രാക്ഷൻ ഓഫ് ലാർജ് നമ്പേഴ്സ്. അപ്പോൾ സബ്ട്രാക്ഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ വേർഡ്സാണ് ആദ്യം വരുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് ആദ്യം മനസ്സിലോട്ട് ഓടി വരുന്നത്? ഒന്നാമത്തത് മൈനസ് അല്ലേ. സബ്ട്രാക്ഷൻ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് മൈനസ് എന്നാണ് അല്ലേ, മൈനസ്. അപ്പോൾ നമ്മൾ സബ്ട്രാക്ഷൻ മൈനസ് യൂസ് ചെയ്യും. അപ്പോൾ ഇതാണ് സബ്ട്രാക്ഷൻ്റെ സൈൻ, മൈനസ്. കണ്ടല്ലോ, സബ്ട്രാക്ഷൻ സൈൻ മൈനസ്. ഇങ്ങനെ ചെറിയൊരു വര ഇട്ട് കൊടുക്കും, മൈനസ്. നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്തിട്ടുള്ളതാണ് സബ്ട്രാക്ഷന് നമ്മൾ മൈനസ് ആണ് യൂസ് ചെയ്യുന്നത്. കൂടാതെ നമ്മൾ സബ്ട്രാക്ഷൻ യൂസ് ചെയ്യുന്ന മറ്റു ചില വാക്കുകളുണ്ട് പ്രത്യേകം നമുക്ക് മനസ്സിലാക്കാൻ. നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ, ഒരു സെൻറ്റൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അത് അഡീഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ എന്ന് മനസ്സിലാക്കാൻ സാധാരണ യൂസ് ചെയ്യുന്ന കുറച്ച് വാക്കുകളുണ്ട്. അതാണ് ഞാൻ അവിടെ നിന്ന് എഴുതാൻ പോകുന്നത്. ആൻഡ് ദേ ആർ, ഫസ്റ്റ് വൺ ഈസ് സബ്ട്രാക്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഈ വാക്കുകളുണ്ടോയെന്ന് നോക്കുക. അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് സബ്ട്രാക്ഷനാണ്, അവിടെ മൈനസ് ചെയ്യേണ്ടതാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒന്നാമത്തത് സബ്ട്രാക്ഷനാണ്, സബ്ട്രാക്റ്റ് ആണ്. രണ്ടാമത്തെ വേർഡ് ഡിക്രീസ്. ഓക്കെ, ഡിക്രീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിക്രീസ്, കുറയുക. ഇനി വേറൊരു വേർഡ് യൂസ് ചെയ്യുന്നതാണ് ടേക്ക് എവേ. ടേക്ക് എവേ, അപ്പോൾ എടുത്ത് കളയുക. ടേക്ക് എവേ എന്ന് പറഞ്ഞാൽ എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ എടുത്ത് കളയുക എന്നൊക്കെ നമ്മൾ അർത്ഥം വരുന്ന ടേക്ക് എവേ. അടുത്ത വാക്കാണ് ഫ്യൂവർ. ഫ്യൂവർ ദാൻ, ഫ്യൂവർ ദാൻ, അതായത് ഒന്നിനേക്കാൾ കുറവ്. ഫ്യൂ എന്ന് പറഞ്ഞാൽ വളരെ കുറവ്, കുറച്ച് എന്നൊക്കെ പറയുന്നതാണ് ഫ്യൂ. ഫ്യൂവർ ദാൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കുറവ്. നമുക്കൊരു സാധനം ഉണ്ട്, ഇപ്പം നമ്മുടെ കയ്യിൽ കുറച്ചു മിഠായി ഉണ്ട്, നമ്മുടെ ഫ്രണ്ടിൻ്റെ കയ്യിലും കുറച്ച് മിഠായി ഉണ്ട്. നമ്മൾ എണ്ണി നോക്കിയപ്പോൾ നമ്മുടെ കയ്യിലാകെ 10 മിഠായി ഉള്ളൂ, എന്നാൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ കയ്യിലോ 12 മിഠായി ഉണ്ട് അല്ലേ. അപ്പോൾ എന്താ, നമുക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ കിട്ടിയ മിഠായിനേക്കാളും കുറവാണ്, ഫ്യൂവർ ആണ്. മനസ്സിലായല്ലോ എന്താണ് ഫ്യൂവർ ദാൻ എന്ന് പറഞ്ഞാൽ? ഒന്നിനേക്കാളും കുറവാണ്. ഇനി യൂസ് ചെയ്യുന്ന വേറൊരു വേർഡാണ്, സബ്ട്രാക്ഷൻ യൂസ് ചെയ്യുന്ന വേറെ വേർഡാണ് ലെസ് ദാൻ. ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറഞ്ഞത്, കുറവ് തന്നെയാണ് അവിടെയും അർത്ഥം വരുന്നത്, ലെസ് ദാൻ. പിന്നെ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള വേറൊരു വാക്കാണ് സാധാരണ നമ്മൾ സൈൻ മൈനസ്. ഓക്കെ, മൈനസ്. അപ്പോൾ ഇത്രയും വാക്കുകൾ നമുക്ക് സബ്ട്രാക്ഷൻ മനസ്സിലാക്കാം. ഇനി വേറൊരു വേർഡും കൂടിയുണ്ട് സബ്ട്രാക്ഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ് ഡിഫറൻസ്. ഓക്കെ, ഡിഫറൻസ്. അപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ വേർഡ്സ് ഉണ്ടോ എന്ന് നോക്കുക. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് സബ്ട്രാക്ഷൻ ആണോ അത് അഡീഷൻ ആണോ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഇനി നമുക്കിവിടെ ഏതൊക്കെ വേർഡ്സ് ആണുള്ളത്? സബ്ട്രാക്ട്, ഡിക്രീസ്, ടേക്ക് അവേ, ഫ്യൂവർ ദാൻ, ലെസ് ദാൻ, മൈനസ്, ഡിഫറൻസ്. അപ്പോൾ ഈ വേർഡ്സ് ഏതിൽ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ പ്രോബ്ലം അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പറഞ്ഞത് സബ്ട്രാക്ഷൻ ചെയ്യാനാണ് അല്ലെങ്കിൽ മൈനസ് ചെയ്യാനാണെന്ന് മനസ്സിലാക്കാം. ഇനി ഒരു വേർഡും കൂടി ഉണ്ട് നമുക്ക് സബ്ട്രാക്ഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, മോർ ദാൻ. മോർ ദാൻ എന്ന വേർഡും യൂസ് ചെയ്യാറുണ്ട്, മോർ ദാൻ. ഓക്കെ, മോർ ദാൻ എന്ന് പറഞ്ഞിട്ട് എന്താണ്? കൂടുതൽ, ഇതിനേക്കാളും കൂടുതൽ. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, നിങ്ങളുടെ കയ്യിൽ 10 സീഡ്സ് ഉണ്ട്, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ 12 സീഡ്സ് ഉണ്ട്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കാം. ഒന്ന്, നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കയ്യിലുള്ളതിനേക്കാൾ എത്ര കുറവ് സീഡ്സ് ആണുള്ളതെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ അങ്ങനെ അവനേക്കാളും എത്ര കുറവാണ് നിനക്കുള്ളതെന്ന് ചോദിക്കുക. എന്നാൽ നമ്മളിപ്പോൾ ആ കുട്ടിയോ നിങ്ങളുടെ ഫ്രണ്ടിനോടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ എന്താ ചോദിക്കുക? അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതിനേക്കാൾ നിങ്ങൾക്ക് എത്ര കൂടുതൽ നിൻ്റെ കയ്യിലുണ്ടെന്ന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു 2 കുട്ടികളുടെ പേര് പറയാം. ഒന്ന് ആദിൽ, രണ്ടാമത്തെ കുട്ടിയുടെ പേരാണ് ഷമൽ. ഓക്കെ, അപ്പോൾ ആദിലിൻ്റെ കയ്യിൽ 10 സ്വീറ്റ്സ് ഉണ്ട്, ഷമലിൻ്റെ കയ്യിൽ 12 സ്വീറ്റ്സ് ഉണ്ട്. ഓക്കെ, ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ആദിൽ എന്നാണ് നമ്മളൊരു കുട്ടിയുടെ പേര്. ആദിലിൻ്റെ കയ്യിൽ നമുക്ക് എത്ര സീഡ്സ് ഉണ്ട്? 10 സീഡ്സ് ഉണ്ട്. ഇനി ഷമൽ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുണ്ട്. ഓക്കെ, ഷമലിൻ്റെ കയ്യിൽ എത്ര സീഡ്സാണ് ഉള്ളത്? ഓക്കെ, ഷമലിൻ്റെ കയ്യിൽ 12 സ്വീറ്റ്സ് ഉണ്ട്.
അപ്പോൾ എനിക്ക് ആദിലിനോട് ചോദിക്കാം, ആദിൽ, ഷമലിനേക്കാളും എത്ര കുറവ് സ്വീറ്റ്സ് ആണ് നിനക്കുള്ളതെന്ന് ചോദിക്കാം. എന്താ ചോദിക്കുക? ഷമലിനേക്കാളും ഹൗ മച്ച് ഫ്യൂവർ ദാൻ, അല്ലെങ്കിൽ ലെസ് ദാൻ, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കാം നമുക്ക്. ആദിലിനോട് ചോദിക്കുകയാണ്, നിൻ്റെ കയ്യിൽ ഷമലിൻ്റെ കയ്യിലുള്ളതിനേക്കാളും എത്ര കുറവ് സ്വീറ്റ്സ് ആണുള്ളത് ചോദിക്കാം. അപ്പോൾ എങ്ങനെ കാണാം? ഫ്യൂവർ ദാൻ, ലെസ് ദാൻ ചോദിച്ചാൽ യെസ്. അപ്പോൾ ആദിൽ പറയും, അതെന്ത് ചെയ്യും? ഷമലിൻ്റെ കയ്യിലുള്ള സ്വീറ്റ്സ് 12 ആണ്. അതിൽ നിന്നും നമ്മുടെ ആദിലിൻ്റെ കയ്യിലുള്ള സ്വീറ്റ്സ് എത്രയാണ്? 10 സബ്ട്രാക്ട് ചെയ്യും അല്ലേ? അപ്പോൾ ആദിലിൻ്റെ കയ്യിലുള്ള സ്വീറ്റ്സ് 10 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആൻസർ കിട്ടുക? 12 മൈനസ് 10 യെസ് 2. അപ്പോൾ എന്താ പറയേണ്ടത്? യെസ്. അപ്പോൾ ആദിലിന് പറയാം ഷമലിനേക്കാളും 2 സ്വീറ്റ്സ് കുറവാണെന്ന് പറയാം. അപ്പോൾ ഇത് ആദിൽ പറയും കുറവാണ് എന്ന് പറയും. എന്നാൽ ഷമലിനോട് ചോദിക്കുമ്പോൾ എന്താണ്? ഷമൽ, ആദിലിനേക്കാളും എത്ര കൂടുതൽ സ്വീറ്റ്സ് ആണ് ഷമലിൻ്റെ കയ്യിലുള്ളതെന്ന് ചോദിക്കില്ലേ? ആദിലിനേക്കാളും എത്ര സ്വീറ്റ്സ് ആണ് ഷമലിൻ്റെ കയ്യിലുള്ളത്? ഹൗ മച്ച് മോർ സ്വീറ്റ്സ്. ഷമലിനോട് ചോദിക്കുകയാണ് ഹൗ മച്ച് മോർ സ്വീറ്റ്സ് ഷമൽ ഹാവ്. ആദിലിനേക്കാളും എത്ര സ്വീറ്റ്സ് അധികമുണ്ട് ഷമലിൻ്റെ കയ്യിൽ ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അപ്പോൾ ഷമൽ എന്ത് ചെയ്യും? ഷമലിൻ്റെ കയ്യിൽ സ്വീറ്റ്സ് ഉണ്ട് അല്ലേ? അതിൽ നിന്ന് ആദിലിന് കിട്ടിയ സ്വീറ്റ്സ് സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ആൻസർ കിട്ടും. അപ്പോൾ ഷമൽ പറയും ആദിലിനേക്കാളും 2 സ്വീറ്റ്സ് എനിക്ക് അധികമുണ്ട്. അങ്ങനെയാണ് ഷമൽ ആൻസർ പറയാം. അപ്പോൾ നമുക്ക് സെയിം ക്വസ്റ്റ്യനിൽ ലെസ് ദാൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്യൂവർ ദാൻ യൂസ് ചെയ്യാം, അതുപോലെ മോർ ദാൻ യൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ബാക്കിലോട്ട് പോവാം. നമ്മളിവിടെ എന്താ പറഞ്ഞത്? നമ്മൾ സബ്ട്രാക്ഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, സെൻറ്റൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും വേർഡ് ഉണ്ടോ നോക്കുക. എങ്കിൽ നമുക്ക് വേഗം മനസ്സിലാക്കാം അത് സബ്ട്രാക്ഷൻ ആണോ അഡീഷൻ ആണോ എന്ന്. അപ്പോൾ ഏതൊക്കെയാണ് വേർഡ്സ്? ഫസ്റ്റ് വൺ ഈസ് സബ്ട്രാക്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുക 2 നമ്പേഴ്സ് തന്നിട്ട് പറയും സബ്ട്രാക്ട് ദീസ് നമ്പേഴ്സ് എന്ന് ചോദിക്കാം. പിന്നെ ഡിക്രീസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. ദെൻ ടേക്ക് അവേ, ദെൻ ഫ്യൂവർ ദാൻ, ലെസ് ദാൻ, മൈനസ്, ഡിഫറൻസ്, മോർ ദാൻ. അപ്പോൾ ഈ വേർഡ്സ് നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കണം. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ വേഗം അതിൽ ഇമ്പോർട്ടൻറ്റ് വേർഡ്സ്, ഇൻഫോർമേഷൻസ് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു എക്സാമ്പിൾ നോക്കാം. റെഡി? ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. എ ബലൂൺ seller had 40 balloons. Ria bought 18 balloons. How many balloons are left with the balloon seller? How many balloons are left with the balloon seller? അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. എ ബലൂൺ സെല്ലർ ഹാഡ് 40 ബലൂൺസ്. എത്ര ബലൂൺസ് ഉണ്ട് ഒരു ബലൂൺ സെല്ലറുടെ കയ്യിൽ? ബലൂൺ സെല്ലർ എന്ന് പറഞ്ഞാൽ ആരാ? ബലൂൺ വിൽക്കുന്ന ആളല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് നമ്മൾ ആദ്യം അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അണ്ടർലൈൻ ചെയ്യുന്നില്ല, ജസ്റ്റ് സർക്കിൾ ചെയ്യുകയാണ് നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കാനതിന് വേണ്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ബലൂൺ സെല്ലറിൻ്റെ കയ്യിൽ ഒരു 40 ബലൂൺസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, 40 ബലൂൺസ് ഉണ്ട്. ബലൂൺ സെല്ലറുടെ കയ്യിൽ 40 ബലൂൺസ് ഉണ്ട്. ഇനി റിയ ബോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വാങ്ങിച്ചു. റിയ ബോട്ട് 18 ബലൂൺസ്. റിയ എത്ര ബലൂൺസാണ് വാങ്ങിച്ചത്? യെസ്, 18 ബലൂൺസ്. റിയ വാങ്ങിച്ചത് 18 ബലൂൺസ് ആണ് റിയ വാങ്ങിച്ചത്. അത് ഞാൻ ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യാം, 18 ബലൂൺസ്. ഓക്കെ, ഒന്നുകൂടി പെട്ടെന്ന് മനസ്സിലാവും. 2 നമ്പേഴ്സ് നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം, അണ്ടർലൈൻ ആണെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ബലൂൺ സൈഡ് കയ്യിൽ 40 ബലൂൺസ് ഉണ്ട്. റിയ എത്ര ബലൂൺസാണ് വാങ്ങിയത്? യെസ്, 18 ബലൂൺസ് റിയ വാങ്ങി. ദെൻ പിന്നെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഹൗ മെനി ബലൂൺസ് ആർ ലെഫ്റ്റ് വിത്ത് ദ ബലൂൺ സെല്ലർ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്, സബ്ട്രാക്ഷനിൽ ലെഫ്റ്റ് എന്നുള്ള ഒരു വാക്കും കൂടി യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇവിടെ മുമ്പത്തെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലംസിലും അതുപോലെ മുന്നേ പഠിച്ച ചാപ്റ്ററിലൊക്കെ ലെഫ്റ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്തിരുന്നു അല്ലേ? അത് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? അപ്പോൾ ഇവിടെ
തന്ന വേറെ ഇൻഫർമേഷൻ എന്താണ്? ഹൗ മെനി ബലൂൺസ് ലെഫ്റ്റ്. ഓക്കെ, ലെഫ്റ്റ് എന്ന വാക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കാം. ലെഫ്റ്റ്. ഓക്കെ, ലെഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടി. 40 ബലൂൺസ് ഉണ്ട്. അതിൽ നിന്ന് റിയ എത്ര വാങ്ങി? 18 ബലൂൺസ് വാങ്ങി. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? ഹൗ മെനി ബലൂൺസ്. ഹൗ മെനി എന്ന് പറഞ്ഞാൽ എന്താ? എത്ര ബലൂൺസ് ആണ് ലെഫ്റ്റ്. ലെഫ്റ്റ് പറഞ്ഞാൽ ബാക്കിയുള്ളത്. ആരുടെ കയ്യിൽ ബാക്കിയുള്ളത്? വിത്ത് ദ ബലൂൺ സെല്ലർ. ബലൂൺ സെല്ലറുടെ കയ്യിൽ ബാക്കിയുള്ളത് അല്ലേ? അപ്പോൾ റിയയുടെ കയ്യിൽ ബാക്കിയുള്ളതെന്ന് ചോദിക്കാൻ പറ്റുമോ? റിയ ആകെ 18 ബലൂൺസ് റിയയുടെ കയ്യിലുള്ളൂ. പിന്നെ എങ്ങനെ അവളുടെ കയ്യിൽ ബാക്കി ഉണ്ടാവുക അല്ലേ? അപ്പോൾ എന്താണ്? ബലൂൺ സെല്ലറുടെ കയ്യിൽ ബാക്കി എത്ര ഉണ്ടെന്ന് ചോദിച്ചിട്ടുള്ളത്. ബലൂൺ സെല്ലറുടെ കയ്യിൽ 40 ബലൂൺസ് ഉണ്ട്. അതിൽ നിന്നും 18 ബലൂൺസ് റിയ വാങ്ങി. സോ ഹൗ മച്ച് ലെഫ്റ്റ് വിത്ത് ദ ബലൂൺ സെല്ലർ. അപ്പോൾ എന്ത് ചെയ്യും? നമുക്കിവിടെ ഇൻഫർമേഷൻസ് കിട്ടി. 40 ബലൂൺസ് കിട്ടി, 18 ബലൂൺസും കിട്ടിയിട്ടുണ്ട്, ലെഫ്റ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ ലെഫ്റ്റ് പറഞ്ഞാൽ എന്താ? മൈനസ് ആണ്. സോ വി വിൽ ഡു ദ problem like this. So balloon seller have 40 balloons and Riya have 18 balloons. Okay, നമുക്ക് 40 ന്ന് 18 സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 0 മൈനസ് 8 എത്രയാണ്? 0 മൈനസ് 8. നമുക്ക് എന്ത് ചെയ്യണം? 0 ന്ന് 8 മൈനസ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യണം അല്ലേ? നമ്മളൊന്ന് ബോറോ ചെയ്യണം. ക്യാരി ഫോർവേഡ് അല്ല, ബോറോ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 0 ബിഗ് നമ്പർ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ടെൻസിൻ്റെ പ്ലേസിൽ നിന്ന് ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു 10 നമ്മൾ ബോറോ ചെയ്യണം, കടം വാങ്ങണം. ടെൻസിൻ്റെ പ്ലേസിൽ ഏതാ നമ്പർ? 4 അല്ലേ? 4 ആണ് ടെൻസിൻ്റെ പ്ലേസിലുള്ള നമ്പർ 4. അപ്പോൾ ഈ 4ൽ നിന്നും 4 ടെൻസിൻ്റെ പ്ലേസിലാകുമ്പോൾ എന്താ? 40 ആണ് അല്ലേ? 4 ടെൻസ് മീൻസ് 40. അപ്പോൾ ഈ 40ന് ഒരു 10 നമ്മൾ ഇങ്ങോട്ട് കടം വാങ്ങണം. സോ നമ്മൾ എന്ത് ചെയ്യും? ഇത് കട്ട് ചെയ്യും, 0 അങ്ങോട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് അവിടെ 10 വേണം ചെയ്യാൻ. 10 എഴുതി കൊടുക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ വരച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 4ന്ന് ഒന്ന് ബോറോ ചെയ്ത് നമ്മളിവിടെ 10 ആണ്, 0 കട്ട് ചെയ്ത് 10 ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ 4 എന്ത് ചെയ്യും? 4ന്ന് ബോറോ ചെയ്ത കാരണം കൊണ്ട് 4 പിന്നെ 3 ആയി മാറിയിട്ടുണ്ടാവും. ഓക്കെ, 4 3 ആയി മാറിയിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ കട്ട് ചെയ്യേണ്ടത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമുക്കിങ്ങനെ പെൻസിൽ കൊണ്ട് കട്ട് ചെയ്യുന്നതിന്. അപ്പോൾ എന്താ, നമ്മൾ 0 കട്ട് ചെയ്തു, എന്നിട്ട് 4ന്ന് ബോറോ ചെയ്ത 10 മുകളിൽ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 10ൽ നിന്ന് 8 മൈനസ് ചെയ്യാം. 10ൽ നിന്ന് 8 മൈനസ് ചെയ്ത് എത്രയാ? 2. 10ന്ന് 8 മൈനസ് ചെയ്താൽ 2 ആണ് അല്ലേ? നമുക്ക് 2 എഴുതി കൊടുക്കാം. 10ന്ന് 8 മൈനസ് ചെയ്താൽ 2 ആണ് ആൻസർ കിട്ടുന്നത്. ഇനി ഇവിടെ എന്താ ഉള്ളത്? 3 ആണ്. 4 ഇവിടെ കട്ട് ചെയ്തു, അപ്പോൾ ഇനി 4 എടുക്കാൻ പാടില്ല. നമുക്ക് കിട്ടിയ ബാലൻസ് 3 ആണ്. 3 ടെൻസ് ആണ്. അപ്പോൾ 3ൽ നിന്ന് 1 മൈനസ് ചെയ്യണം. 3ൽ നിന്ന് 1 മൈനസ് എത്രയാ? അഗെയിൻ 2. 3ൽ നിന്ന് 1 മൈനസ് ചെയ്താലും 2 തന്നെയാണ് ആൻസർ വരുന്നത്. സോ ദ ആൻസർ ഈസ് 22. നമുക്ക് എന്താ ആൻസർ ഇടുന്നത്? 22. മനസ്സിലായല്ലോ? പക്ഷേ ഇനി ഇങ്ങനെ എഴുതിയിട്ട് മാത്രം കാര്യമില്ല, നമുക്ക് സെൻറ്റൻസ് ആയിട്ട് വേണം ആൻസർ എഴുതാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം മാം ഇവിടെയാണ് സെൻറ്ററിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. മാം പുതിയൊരു പേജ് എടുത്തിട്ട് അതിൽ സെൻറ്റൻസ് ആക്കിയിട്ട് ആൻസർ ചെയ്ത് തരാം. ഓക്കെ, സോ നമുക്ക് എത്ര ബലൂൺസാണ് ബാക്കി വന്നത്? ബലൂൺസുകളുടെ കയ്യിൽ ബാക്കി വന്നത് 22 ബലൂൺസ് ആണ്. ഓക്കെ, 22 ബലൂൺസ്. നമ്മൾ ആൻസർ എഴുതാണ്. 22 ബലൂൺസ് ആർ ലെഫ്റ്റ് with 22 balloons are left with the balloon seller. Okay, 22 balloons are left with the balloon seller. അപ്പോൾ ഇങ്ങനെ സെൻറ്റൻസ് ആക്കിയിട്ട് വേണം നമ്മൾ
ആൻസർ എഴുതാൻ. എങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടൂ. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ കാണാം. സബ്ട്രാക്ഷൻ്റെ വേറെ പ്രോബ്ലം കാണാം. റെഡി? ഓക്കെ, സീ ദിസ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 726 മൈനസ് 314 ഈസ് ഈക്വൽസ്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടി എന്ത് ചെയ്യണം നമ്മൾ? നമ്മൾ ഇതൊരു അഡീഷൻ ചെയ്ത പോലെ തന്നെ കോളം ആയിട്ട് എഴുതണം. അപ്പോൾ നമുക്കിവിടെ വർക്ക് ഏരിയ ഉണ്ട്, ഇവിടെ വേണം വർക്കിംഗ് സ്പേസിൽ നമ്മൾ പ്രോബ്ലം ചെയ്യാം. സോ എന്താ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? യെസ്, നമുക്കിവിടെ തന്നിട്ടുള്ളത് 700 sorry for the display. Okay, 726 minus 314. Okay, 726 minus 314. ഇതാണ് കോളമായിട്ട് എഴുതാന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? മൈനസ് ആണല്ലേ. ഒരിക്കലും അഡീഷൻ ചെയ്തിട്ടോ, നമ്മളെപ്പോഴും സൈന് സൂക്ഷിച്ച് നോക്കണം. മൈനസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, മൈനസ്. സോ 6 മൈനസ് 4 എത്രയാണ്? 6 എന്ന് 4 മൈനസ് ചെയ്താൽ എത്രയാണ്? യെസ്, 2. 6 minus 4 is 2. Then 2 minus 1. What's the answer? 2 minus 1. Yes, 2 minus 1 is 1. Then 7 minus 3. 7 minus 3. What's the answer? 7 minus 3. എത്രയാ? Yes, 4. 7 minus 3 is 4. So the answer is 412. 726 minus 314 is equal to 412. നമുക്കിവിടെ കിട്ടിയ ആൻസർ ഇങ്ങോട്ട് എടുത്ത് എഴുതണം, എങ്കിലേ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആകും. ഓക്കെ, അപ്പോൾ അതാരും മറക്കരുത്. സോ നമുക്കിവിടെ എടുത്ത് എഴുതണം 412. ഓക്കെ, 726 minus 314 is equal to 412. Next question is 437 minus 105 is equal. 437 minus 105 is equals. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? യെസ്, വി ഹാവ് ടു ഡു ഇൻ കോളം. കോളം വൈസ് ആയിട്ട് ഇവിടെ വർക്ക് സ്പേസിൽ നമ്മൾ എഴുതണം. സോ നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ ആൻസർ എന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, 437 minus 105. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 437 മൈനസ് 105. നമ്മളെന്താ ഇവിടെ മൈനസ് ആണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 7 minus 5. വാട്ട്സ് ആൻസർ? 7 minus 5. യെസ്, 2. 7 minus 5 is 2. സോ നമ്മളിവിടെ 2 എഴുതി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താണ്? 3 minus 0. 3ന്ന് 0 മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പറ്റുമോ? ഇല്ല, ആകെ 3 മാത്രമേ ഉള്ളൂ അവിടെ, ഒന്നും മൈനസ് ചെയ്യില്ല. അപ്പോൾ 3 minus 0 is 3. സോ ആൻസർ 3. നെക്സ്റ്റ് എന്താണ്? 4 minus 1. 4 minus 1 ആണ്. 4 minus 1 എന്താണ്? യെസ്, 3. 4 minus 1 is 3. So the answer is 332. The answer is 332. നമുക്ക് ഈ ആൻസർ ഇങ്ങോട്ട് എടുത്ത് എഴുതണം. ഓക്കെ, അപ്പോൾ ഇനി എല്ലാം നമ്മൾ വർക്ക് സ്പേസിൽ എഴുതുന്ന എല്ലാ ആൻസറും നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് എടുത്ത് എഴുതണം വേണം, എങ്കിലേ ആൻസർ പൂർണ്ണമാവുകയുള്ളൂ. സോ 437 minus 437 minus 105 is equal to 332. 437 minus 105 is equal to 332. മനസ്സിലായല്ലോ? അത് നമുക്ക് വേറെ പ്രോബ്ലം കൂടി ചെയ്യാം. റെഡി? ഓക്കെ, ഇവിടെ എന്താ തന്നിട്ടുള്ളത്? സബ്ട്രാക്ട് 234 from 572.
അപ്പോൾ എന്താ നേരത്തെ നമുക്ക് ആൻസർ നമ്മൾ നമ്പേഴ്സ് തന്നു മൈനസ് ഉള്ള സൈനും നേരിട്ട് തന്നു അല്ലേ. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? സബ്ട്രാക്റ്റ്. ഓക്കെ, സബ്ട്രാക്ഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, മൈനസ് ചെയ്യാൻ പറഞ്ഞു. എന്താ പറഞ്ഞിട്ടുള്ളത്? 234 ഫ്രം 572. 234നെ 572 നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് ബിഗ്ഗർ നമ്പറിൽ നിന്ന് മാത്രമേ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റൂ. രണ്ട് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് ബിഗ്ഗർ നമ്പർ ഏതാണോ അത് വേണം മുകളിൽ എഴുതാൻ, എന്നിട്ട് ചെറിയ നമ്പർ വേണം താഴത്ത് എഴുതാൻ. അപ്പോൾ ഇതിൽ ബിഗ്ഗർ നമ്പർ ഏതാണ്? യെസ്, 572 ആണ് ബിഗ്ഗർ നമ്പർ. ഓക്കെ, നമുക്ക് ആദ്യം ഈ ബിഗ്ഗർ നമ്പർ ഇങ്ങോട്ട് എടുത്ത് എഴുതാം. 572. ഓക്കെ, 572 എഴുതി. ദെൻ സബ്ട്രാക്ട് പറഞ്ഞു, മൈനസ് എഴുതി കൊടുത്തു നമ്മൾ. ഇനി എന്താണ് പറഞ്ഞത്? ഏത് നമ്പറാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്? ഓക്കെ, നമ്മളിപ്പോൾ രണ്ട് നമ്പർ ഉണ്ട്, അതിൽ ബിഗ്ഗർ നമ്പർ മുകളിൽ എഴുതി, ഇനി സ്മോളർ നമ്പർ വേണം താഴെ എഴുതാൻ. അപ്പോൾ നമ്മൾ സ്മോൾ നമ്പർ ഏതാണ് ഇവിടെ? 234 ആണ്. ഓക്കെ, നമുക്കിനി ഇത് സബ്ട്രാക്ട് ചെയ്യാം. റെഡിയല്ലേ എല്ലാവരും? ഓക്കെ, 2 - 4 എന്താ ആൻസർ? 2 - 4 സബ്ട്രാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ബോറോ ചെയ്യണം. ഓക്കെ, നമുക്കൊന്ന് ബോറോ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ ടെൻസിൻ്റെ പ്ലേസിൽ ഏത് നമ്പറാണ്? 7 ആണ്. അപ്പോൾ 7ന് 1 നമുക്ക് ബോറോ ചെയ്യാം ഇങ്ങോട്ട്. അപ്പോൾ 7ന് 1 ബോറോ ചെയ്യുമ്പോൾ ഈ 2 എന്തായിരിക്കും? യെസ്, 2ൻ്റെ കൂടെ 7 ടെൻസിൻ്റെ പ്ലേസിലാണ്. അപ്പോൾ 1 10 ആണ് ബോറോ ചെയ്യുന്നത്. അപ്പോൾ 2ൻ്റെ കൂടെ 1 ആ 10 ബോറോ ചെയ്തും കൂടി വന്നാൽ 12 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1, ഇപ്പോൾ 10ലെ 1 ആണ് ബോറോ ചെയ്യുന്ന 1 2ൻ്റെ മുന്നിൽ എഴുതി കൊടുത്താൽ മതി. സോ നമുക്കിവിടെ കിട്ടുന്ന ആൻസർ അവിടെ ബോറോ ചെയ്ത എമൗണ്ട് പിന്നെ മാറുന്ന 12 ആയിട്ടാണ്. ഞാൻ മുകളിൽ എഴുതാം മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ്. 12. ഓക്കെ, ബോറോ ചെയ്ത് 12 ആണ്. അപ്പോൾ 2 കട്ട് ചെയ്ത് നമ്മൾ 12 എഴുതി. അപ്പോൾ 7 ആണ് നമ്മൾ ബോറോ ചെയ്തത്. അപ്പോൾ 7 എന്തായി മാറും? 7 പിന്നെ 7 നമ്മൾ 1 ബോറോ ചെയ്തു. അപ്പോൾ 7 - 1 is 6. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എമൗണ്ട് കിട്ടിയുള്ളത്. ഇനി നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ എളുപ്പമല്ലേ. അപ്പോൾ ഈ നമ്മൾ എടുക്കേണ്ട ഈ 2ഉം 7 ഒന്നുമല്ല, 12 - 4. ഇപ്പോൾ 12 ആണ് 1ൻ്റെ പ്ലേസിൽ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ 12 - 4 എന്താണ്? യെസ്, 12 - 4 is 8. 12 - 4 is 8. ദെൻ നെക്സ്റ്റ് നമ്പർ എന്താണ്? ടെൻസിൻ്റെ പ്ലേസിൽ 6 ആണ്. ഓക്കെ, 6. 7ന് എടുക്കാൻ പാടില്ല, 7 കട്ട് ചെയ്തു. 6 ആണുള്ളത് ടെൻസിൻ്റെ പ്ലേസിൽ. അപ്പോൾ 6 - 3. വാട്ട്സ് ആൻസർ? 6 - 3. യെസ്, 6 - 3 is 3 itself. ഓക്കെ, 6ന്ന് 3 മൈനസ് ചെയ്താൽ നമുക്ക് 3 ആൻസർ കിട്ടുന്നതാണ്. ദെൻ നെക്സ്റ്റ് 100 പ്ലേസിൽ എന്താണുള്ളത്? 100ൻ്റെ പ്ലേസിൽ 5 and 2 ആണ്. 5 - 2. വാട്ട്സ് ആൻസർ? 5 - 2. യെസ്, 3. 5 - 2 is 3. So the final answer is 338. Final answer is 338. So നമ്മളിവിടെ ആൻസർ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതണ്ടേ. അപ്പോൾ എങ്ങനെ എഴുതേണ്ടത്? നമ്മൾ സെൻറ്റൻസ് ആക്കി എഴുതാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതണം. when we subtract 234 from 572 we get 338. അങ്ങനെ സെൻറ്റൻസ് ആക്കി എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ആൻസർ മാത്രം ഇവിടെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ആൻസർ എഴുതാം. അപ്പോൾ നമുക്ക് നോട്ട്ബുക്കിൽ ക്വസ്റ്റ്യൻ വരേണ്ട എക്സാമിന് ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നാൽ നമ്മൾ ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് എന്ത് ചെയ്യാം? നമുക്കിവിടെ ആൻസർ എഴുതാണ്. ആൻസർ മാത്രം നമ്മൾ എഴുതുന്നത് എന്താണ്? 338. ഓക്കെ, സോ ദ ആൻസർ ഈസ് 338. മനസ്സിലായല്ലോ? ഇനി നമുക്ക് വേറെ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ സബ്ട്രാക്ട് 644 - 229. അപ്പോൾ ഇവിടെ സബ്ട്രാക്ട് മൈനസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ആ വേർഡ് സൈൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? സബ്ട്രാക്ഷൻ മൈനസിന് സൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല, മൈനസ് തന്നെയാണ്. നമുക്ക് ഒന്നുകൂടി മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് കൺഫ്യൂഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവർ കൊടുക്കുന്നത്. നമുക്കൊന്ന് കൺഫ്യൂസ് ആയിട്ട് നമ്മൾ ബുദ്ധിമുട്ടട്ടെ വെച്ചിട്ടാണ് ഇവരിങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ സബ്ട്രാക്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മൈനസ് തന്നെയാണ്. ഇനി എന്തൊക്കെയാണ് ഇവിടെ നമ്പേഴ്സ് വന്നിട്ടുള്ളത്? 644 - 229. അപ്പോൾ നമ്മളിവിടെ വർക്ക് സ്പേസിൽ ഇതിന് എമൗണ്ട് കണ്ടെത്തണം. നിങ്ങളെല്ലാവരും ചെയ്യാൻ റെഡിയല്ലേ? മാമിൻ്റെ ഇവിടെ ചെയ്യാം. നിങ്ങളവിടെ
ചെയ്യുന്നത് ശരിയാണോ നോക്കണം. ഓക്കെ, സോ നമുക്ക് തന്ന എമൗണ്ട് എന്താണ്? 6. നമ്മളിത് ഏറ്റവും ബിഗർ നമ്പർ എടുക്കുന്നത് 644 മൈനസ് 229. ഓക്കെ, നമുക്കിത് മൈനസ് ചെയ്യാം. നമുക്കിവിടെ 4ൽ നിന്ന് 9 മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ വി ഹാവ് ടു ബോറോ ഫ്രം ദ 10th പ്ലേസ്. അപ്പോൾ 4 9 ബിഗർ നമ്പറാണ്. അപ്പോൾ ചെറിയ നമ്പർ നമുക്ക് ഒരിക്കലും വലിയ നമ്പർ മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ മുകളിലുള്ള ചെറിയ നമ്പർ നമ്മൾ ബിഗർ നമ്പർ ആക്കണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ തൊട്ടടുത്തുള്ള 10th പ്ലേസിൽ നിന്ന് 1 ബോറോ ചെയ്യാണ്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇത് രണ്ട് കട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ബോറോ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 10th പ്ലേസിലെ 4ന്ന് ഒരു 1 മൈനസ് ചെയ്ത് ഒരു 1 ബോറോ ചെയ്തപ്പോൾ നമുക്ക് അവിടെ നമ്പർ 14 കിട്ടി. ദെൻ 4ന്ന് 1 മൈനസ് ചെയ്തു, അതായത് 4ന്ന് 1 ആണ് നമ്മൾ 110 ആണ് നമ്മൾ ബോറോ ചെയ്തത്. അപ്പോൾ 4ന്ന് 110 ബോറോ ചെയ്താൽ എന്തായിരിക്കും? അല്ലെ 4ന്ന് 1 മൈനസ് ചെയ്താൽ 3 ആണ്. സോ ഇവിടെ 3 കിട്ടി. ഇനി നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 14, ഇനിയിപ്പോൾ ഈ 4 നോക്കണ്ട, ഇനി നമ്മൾ 14 ആണ് എടുക്കേണ്ടത്. ഈ 14ന്ന് 9 മൈനസ് എത്രയാണ്? 14 മൈനസ് 9, യെസ് 5. 14 മൈനസ് 9 ഈസ് 5. ദെൻ 3 മൈനസ് 2, മുകളിൽ 3 മൈനസ് 2, യെസ് 3 മൈനസ് 2 ഈസ് 1. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് 6 minus 2. 6 minus 2 is, yes, 6 minus 2 is 4. Okay, 6 minus 2 is 4. So the answer is 415. So the answer is 415. നമുക്ക് ഇവിടെ ആൻസർ എഴുതാം. ആൻസർ 415. ഓക്കെ, മനസ്സിലായല്ലോ? നമുക്കിനി വേറെ പ്രോബ്ലം കാണാം. റെഡി? ഓക്കെ, look at this problem. Subtract 174 minus 351. 174 minus 351. നോക്കി, നമുക്കൊന്ന് മിക്സ്ഡ് ആയിട്ടില്ലേ? നമുക്ക് പെട്ടെന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? 174 എന്നാണ് എഴുതി വയ്ക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ബിഗർ നമ്പറിൽ നിന്ന് മാത്രമേ നമ്മൾ സ്മോൾ നമ്പർ മൈനസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ബിഗർ നമ്പർ ഏതാണ്? ഇതിൽ ഏതാ? 174 ആണോ അത് 351 ആണോ ബിഗർ നമ്പർ? യെസ്, 351 ആണ് ബിഗർ നമ്പർ. അപ്പോൾ 351 ആണ് നമ്മൾ ഇവിടെ മുകളിൽ എഴുതിയിട്ടുള്ളത്. പിന്നെ 174 നമ്മൾ താഴെ എഴുതി. ഇനി നമുക്ക് മൈനസ് ചെയ്യാൻ, സബ്ട്രാക്ട് ചെയ്യാൻ എളുപ്പമല്ലേ? ഒന്ന് വേഗം ചെയ്ത് നോക്കിയേ. നമ്മൾ വൺസിൻ്റെ പ്ലേസ് ആണ് എപ്പോഴും നമ്മൾ അഡീഷൻ ആയാലും സബ്ട്രാക്ഷൻ ആയാലും വൺസിൻ്റെ പ്ലേസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, വൺസിൻ്റെ പ്ലേസിൽ ഇവിടെ 1 and 4 ആണ്. 1 4 മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ബോറോ. ഇവിടെ ബോറോ ചെയ്യുമ്പോൾ നമ്മൾ 5 എന്നാണ് ബോറോ ചെയ്യുന്നത്. ഓക്കെ, 5ന്ന് ബോറോ ചെയ്യുമ്പോൾ 5 എന്തായിരിക്കും? ഓക്കെ, 5ന്ന് 1ലോട്ട് ബോറോ ചെയ്തു. 1 അപ്പോൾ 11 ആയിരിക്കും. ദെൻ അപ്പോൾ 5ന്ന് 1 എടുത്തു. അപ്പോൾ 5 എന്തായി മാറും? 5 മൈനസ് 1 4. ഇനി സബ്ട്രാക്ഷൻ ചെയ്യാൻ എളുപ്പമല്ലേ? സോ 11 മൈനസ് 4. 11 മൈനസ് 4 ഈസ് എത്ര? ആൻസർ 11 മൈനസ് 4, യെസ് 7. 7. ദെൻ 4 മൈനസ് 7. അപ്പോൾ 4ന്ന് 7 മൈനസ് ചെയ്യും. നമ്മളിപ്പോൾ ഇവിടെ 5 ആയിരുന്നു ആദ്യം. 5ന്ന് 1 ബോറോ ചെയ്തു അല്ലേ? അപ്പോഴാണ് ഇവിടെ 5 മാറി 4 ആയത്. ഇനി നോക്കൂ, നമുക്ക് 4ന്ന് 7 മൈനസ് ചെയ്യണം. അപ്പോൾ 4 ചെറിയ നമ്പറാണ്, 7 ബിഗർ നമ്പറാണ്. ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? യെസ്, നമുക്ക് തൊട്ടടുത്ത പ്ലേസിൽ നിന്ന് വീണ്ടും ബോറോ ചെയ്യണം. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത പ്ലേസ് 3 ആണ്. 100ൻ്റെ പ്ലേസിൽ 3 ആണ്. അപ്പോൾ ഈ 100ൻ്റെ പ്ലേസിൽ നിന്ന് 3ന്ന് 1 നമ്മൾ ബോറോ ചെയ്യണം. അപ്പോൾ ഇവിടെ ബോറോ ചെയ്യുമ്പോൾ 4 എന്തായി മാറും? 14 ആയി മാറും അല്ലേ? 4 14 ആയി മാറും. സോ ഞാനിവിടെ 14 എന്നുള്ളത് മുകളിൽ 10ൻ്റെ മുകളിൽ കൊണ്ട് എഴുതാണ്. ഇവിടെ സ്പേസ് കുറവായതുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്. നമ്മളിവിടെ 14 എഴുതി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് ബോറോ ചെയ്തത്? 100ൻ്റെ പ്ലേസിൽ നിന്നാണ് ബോറോ ചെയ്തത് അല്ലേ? അപ്പോൾ 100ൻ്റെ പ്ലേസ് 3 ആണ്. 3ന്ന് 1 ബോറോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇവിടെ കിട്ടുക? 2. ഓക്കെ, സോ വി വിൽ കട്ട് ദ 3 ഹിയർ ആൻഡ് റൈറ്റ് ഹിയർ 2.
ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 14 നിന്നും 7 മൈനസ് ചെയ്യാം. സോ 14 മൈനസ് 7 ഈസ് എത്ര ആൻസർ? 7. 14 minus 7 is 7 and 2 minus 1 is 1. 2 minus 1 is 1. So the answer is 177. So the answer is 177. നമ്മൾ ഇവിടെ ഇങ്ങോട്ട് എടുത്ത് എഴുതണ്ടേ? നമുക്ക് ആൻസർ എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ആദ്യം ഇവിടെ ആൻസർ എന്ന് പറയാമെങ്കിലേ മനസ്സിലാവും നമുക്ക്. നമ്മൾ ആൻസർ എന്താണ്? 177 ആണ് ആൻസർ. ഓക്കെ, സോ വി സബ്ട്രാക്ട് 174 ഫ്രം 351 and we got the answer 177. Okay, the next question is 905 minus 456 equals. നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കോളം വൈസ് ആയിട്ട് എഴുതണം. അപ്പോൾ നമുക്ക് വൺസിൻ്റെ സൈഡിൽ നിന്ന് തുടങ്ങാം. സോ വൺസിൻ്റെ പ്ലേസിൽ ഏതാ നമ്പർ? 5 and 6. സോ നമുക്ക് 5ൽ നിന്ന് 6 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തൊട്ടടുത്ത പ്ലേസിൽ നിന്ന് 1 ബോറോ ചെയ്യണം. പക്ഷേ ഇവിടെ വൺസിന് തൊട്ടടുത്ത പ്ലേസ് ഏതാ? ടെൻസ് ആണല്ലേ. വൺസിന് തൊട്ടടുത്ത പ്ലേസ് ടെൻസ് ആണ്. പക്ഷേ ടെൻസിൻ്റെ പ്ലേസിൽ ഏത് നമ്പർ? 0. അപ്പോൾ 0 നമുക്ക് എന്തെങ്കിലും ബോറോ ചെയ്യാൻ പറ്റുമോ? ഇല്ല. 0 മീൻസ് നത്തിങ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 0ന് തൊട്ടടുത്ത പ്ലേസിൽ നിന്ന് 1 നമുക്ക് ബോറോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ 100s പ്ലേസിൽ നിന്ന് 1 ആദ്യം ടെൻസിൻ്റെ പ്ലേസിലോട്ട് കൊടുക്കണം. എന്നിട്ട് ടെൻസിൻ്റെ പ്ലേസ് ബിഗ് നമ്പർ ആക്കണം. എന്നിട്ട് ആ ടെൻസിൻ്റെ പ്ലേസിൽ നിന്ന് വേണം നമ്മൾ വൺസിൻ്റെ പ്ലേസിലോട്ട് ബോറോ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ടെൻസിൻ്റെ പ്ലേസ് 0 ആണ്. സോ വിൽ ബോറോ ഫ്രം ദ 100s പ്ലേസ്. അപ്പോൾ 9ൽ നിന്ന് നമ്മൾ ഒന്നിങ്ങോട്ട് ബോറോ ചെയ്യണം. അപ്പോൾ 9 നമ്മളിവിടെ കട്ട് ചെയ്യാണ്. ഓക്കെ, 9 കട്ട് ചെയ്തു. അവിടെ നമ്പർ ഏതായിരിക്കും വരിക? യെസ്, 8. അപ്പോൾ 9 നമ്മളൊന്ന് മൈനസ് ചെയ്തു. അവിടെ 8 ആണ് വരുന്നത്. ഇനി നമ്മൾ 9 ബോറോ ചെയ്ത് നമ്മൾ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? യെസ്, ടെൻസിൻ്റെ പ്ലേസിലോട്ട് അല്ലേ. അപ്പോൾ ടെൻസിൻ്റെ പ്ലേസ് 0 ആണ്. അപ്പോൾ നമ്മൾ 1 ആണ് ബോറോ ചെയ്യുന്നത്. 10 ബോറോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കവിടെ ആ 0ൻ്റെ മുന്നിൽ 1 ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതുവരെ അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ വൺസിൻ്റെ പ്ലേസിൽ വൺസിൻ്റെ പ്ലേസിലോട്ട് ബോറോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ബോറോ ചെയ്യുന്ന 1 നമ്മൾ ഇപ്പോൾ വൺസിൻ്റെ പ്ലേസിൽ ഇപ്പോൾ ഇവിടെ 5 ആണ്, 5ൻ്റെ മുന്നിലോട്ട് കൊണ്ടുവിടും. അതുപോലെ ഇവിടെ ടെൻസിൻ്റെ പ്ലേസ് 0 ആണ്. അപ്പോൾ നമ്മൾ ബോറോ ചെയ്യുന്ന 1 എന്ത് ചെയ്യണം? 0ൻ്റെ മുന്നിൽ കൊണ്ടുവരാം. സോ ഇറ്റ് ബിക്കം 10. അപ്പോൾ നമുക്കിവിടെ 10 ആണ് ടെൻസിൻ്റെ പ്ലേസിൽ കിട്ടുന്നത്. ഓക്കെ, 0 കട്ട് 10 കിട്ടി. അപ്പോൾ 10 ബിഗ് നമ്പർ ആയില്ലേ. അപ്പോൾ ഈ 10 നമുക്കൊന്ന് ബോറോ ചെയ്തുകൂടെ വൺസിൻ്റെ പ്ലേസിലോട്ട്? ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇവിടെ ടെൻസ് ക്വസ്റ്റ്യൻ താഴ്ത്തിട്ട് ഇറക്കി എഴുതുകയാണ്. ഓക്കെ, സോ 10 ടെൻസിൻ്റെ പ്ലേസിൽ 10 ആണ്. ഇനി നമ്മൾ ആ ടെൻസിൽ നിന്ന് ബോറോ ചെയ്യാണ്. ടെൻസിൽ നിന്ന് ബോറോ ചെയ്ത് എങ്ങോട്ടാണ് എഴുതുന്നത്? യെസ്, വൺസിൻ്റെ പ്ലേസിലോട്ട് എഴുതാണ്. അപ്പോൾ ടെൻസിൽ നിന്ന് ബോറോ ചെയ്യുമ്പോൾ നമ്മൾ 10 എന്തായി മാറും? യെസ്, 9. ഓക്കെ, 10 9 ആയി മാറും. ഇനി ഈ 5 15 ആവും അല്ലേ. നമ്മൾ 10ൽ നിന്ന് 1 ബോറോ ചെയ്തു. അപ്പോൾ 5 15 ആയി. ഓക്കെ, 10 എന്താവും? 10 പിന്നെ ബോറോ ചെയ്ത കാരണം കൊണ്ട് 10 നമ്മൾ 1 മൈനസ് ചെയ്യും, 9. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എമൗണ്ട് കിട്ടുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 15ന്ന് വളരെ എളുപ്പത്തിൽ തന്നെ 6 മൈനസ് ചെയ്യാം. 15 മൈനസ് 6 വാട്ട്സ് ആൻസർ? 15 മൈനസ് 6 യെസ് 9. ശരിയല്ലേ? 15 മൈനസ് 6 9 അല്ലേ. സോ വി റൈറ്റ് ഹിയർ 9. ഓക്കെ, ദെൻ ഇനി ഇവിടെ എന്താ ഉള്ളത്? യെസ്, നമ്മൾ ആ 0 ആയിരുന്നു അത് കട്ട് ചെയ്തു. നമ്മൾ 10 ആക്കി. 10 വീണ്ടും ബോറോ ചെയ്ത് കഴിഞ്ഞപ്പോൾ 9. 9 മൈനസ് 5 എത്ര? 9 മൈനസ് 5 യെസ് 9 മൈനസ് 5 ഈസ് 4. 9 മൈനസ് 5 ഈസ് 4. ദെൻ 100ൻ്റെ പ്ലേസ് ആണ് 8 ആണുള്ളത്. 9 നമ്മൾ കട്ട് ചെയ്തു. 8 ആണ് ഇവിടെ ഉള്ളത്.
8 minus 4. What's the answer? 8 minus 4? Yes, 8 minus 4 is 4. So, the answer is 449. Answer is 449. So, 905 minus 456 is equals 449. Okay? അപ്പോൾ നമുക്കിനി വേറെ പ്രോബ്ലം നോക്കാം. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം നോക്കൂ. സെൻറ്റൻസ് ടൈപ്പ് പ്രോബ്ലം ആണ്. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? ഒരു പിക്ചർ കണ്ടല്ലോ ഇവിടെ. ഒരു കുട്ടി എന്നിട്ട് ബുക്ക് വായിക്കുകയാണല്ലേ. വലിയ കട്ടിയുള്ള ബുക്കാണ്, ഒരുപാട് പേജസ് ഉള്ള ബുക്കാണല്ലേ. പെട്ടെന്ന് വായിക്കാനൊക്കെ ഒരു നിമിഷം ഇന്ന് വായിച്ച് തീരുമോ? ഇല്ല, കുറേ സമയത്തോടെ വേണം വായിക്കാൻ. അപ്പോൾ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ തന്നുള്ളത് നോക്കാം. ലിസ, അപ്പോൾ ഈ കുട്ടിയുടെ പേര് ലിസ എന്നാണ്. ലിസ റീഡ് 132 pages out of 144 pages of a book. How many pages are left for Lisa to read? എന്താണ് പറഞ്ഞിട്ടുള്ളത്? ലിസ റീഡ്, ലിസ വായിക്കുകയാണ്. നമുക്ക് പിക്ചറിൽ കാണാമല്ലോ ലിസ എന്താ ചെയ്യുന്നതെന്ന്. ലിസ ബുക്ക് റീഡ് ചെയ്യാണ്. സോ നമുക്കിവിടെ കുറച്ച് പേജസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ബുക്കിലുള്ള പേജസിൻ്റെ കാര്യമാണ് പറയുന്നത്. 132 pages out of 144 pages എന്ന് പറഞ്ഞാൽ എന്താ? 132 pages out of 144 pages എന്ന് പറഞ്ഞാൽ അപ്പം ടോട്ടൽ 144 pages ഉള്ള ബുക്കാണത്. അതിൽ നിന്നും 132 pages ലിസ വായിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമിനൊക്കെ മാർക്ക് ഉണ്ടാവില്ലേ? അപ്പോൾ എക്സാമിന് 50ലാണ് നിങ്ങളുടെ മാർക്ക്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആൻസർ മാർക്ക് പറയാം നിങ്ങളോട്? ആൻസർ ഷീറ്റ് നോക്കിയിട്ട് യെസ് 45 ഔട്ട് ഓഫ് 50 അങ്ങനെയല്ലേ പറയാം. അല്ലെങ്കിൽ 49 ഔട്ട് ഓഫ് 50. അപ്പോൾ 50 ഔട്ട് ഓഫ് 50 എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തം പേജ് അല്ലെങ്കിൽ മൊത്തം മാർക്ക് 50 ആണ്. ഓക്കെ, ഔട്ട് ഓഫ് 50 അതിൽ നമുക്ക് 49 കിട്ടി. 49 ഔട്ട് ഓഫ് 50 എന്ന് പറഞ്ഞാൽ 50 മാർക്കുള്ളതിൽ 49 മാർക്ക് നമുക്ക് കിട്ടി. അതുപോലെ ഇവിടെ എന്താ പറയുന്നത്? 144 പേജസ്, ദറ്റ് ഈസ് ഔട്ട് ഓഫ് 144 പേജസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 144 പേജസ് ഉണ്ട് ഈ ബുക്കിൽ. അതിൽ നിന്ന് എത്ര പേജസാണ് വായിച്ചത്? ലിസ റീഡ് 132 പേജസ്. ഓക്കെ, 132 പേജസ് ഔട്ട് ഓഫ് 144 പേജസ് ഓഫ് എ ബുക്ക്. അപ്പോൾ ടോട്ടൽ ആ ബുക്കിൽ എത്ര പേജസ് ഉണ്ട്? 144 പേജസ്. ടോട്ടൽ നമുക്ക് ആ ബുക്കിൽ എത്രയുണ്ട്? 144 പേജസ് ഉണ്ട്. ഓക്കെ, 144 പേജസ് ഉണ്ട് ടോട്ടൽ ബുക്കിൽ. ഇനി എത്ര പേജസാണ് നമ്മുടെ ലിസ വായിച്ചത്? യെസ് 132 പേജസ് അല്ലേ. 132 പേജസാണ് ലിസ വായിച്ചുള്ളത്. ഇപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, 2 നമ്പറും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ എന്താ ചോദിക്കുന്നത്? ഹൗ മെനി പേജസ് ആർ ലെഫ്റ്റ് ഫോർ ലിസ ടു റീഡ്. ഹൗ മെനി എന്ന് പറഞ്ഞാൽ എന്താ? യെസ് എത്ര. ഹൗ മെനി പേജസ്, എത്ര പേജസ് ആണ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മാം പലപ്പോഴും പറഞ്ഞ കാര്യമാണ്. സബ്ട്രാക്ഷനിൽ ഏതൊക്കെ വേർഡാണ് യൂസ് ചെയ്യുന്നത്? യെസ് ഓർമ്മ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് 132 പേജസിൽ അതും മാർക്ക് ചെയ്തിട്ടുണ്ട്, 144 പേജസ് എന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ സെൻറ്റൻസിൽ വന്നത് ലെഫ്റ്റ്. ഓക്കെ, ലെഫ്റ്റ് എന്നുള്ള വാക്ക്. അപ്പോൾ ലെഫ്റ്റ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സബ്ട്രാക്ഷനാണല്ലേ. സബ്ട്രാക്ഷനിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യണം അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് സബ്ട്രാക്ഷൻ ചെയ്യേണ്ടത്? യെസ് 100. ഹൗ മെനി പേജസ് ആർ ലെഫ്റ്റ് ഫോർ ലിസ ടു റീഡ്. ലെഫ്റ്റ് എന്ന ബാക്കി. ഹൗ മെനി പേജസ് ആർ ലെഫ്റ്റ് ഫോർ ലിസ ടു റീഡ്. ലിസക്ക് ഇനി വായിക്കാൻ എത്ര പേജസ് ബാക്കിയുണ്ട്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ പേജസിൽ നിന്നും ലിസ വായിച്ച പേജസ് സബ്ട്രാക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്കൊരു നമ്പർ കിട്ടുമല്ലോ. അപ്പോൾ അത്രയും പേജസാണ് ലിസക്ക് വായിക്കാനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക നമ്മൾ? അപ്പോൾ നമ്മൾ ടോട്ടൽ പേജസ് എത്രയാണ്? 144 പേജസ് അല്ലേ. അതാണ് ഇവിടുത്തെ ബിഗർ നമ്പർ. ഗ്രേറ്റർ നമ്പറും അതാണ്. 132ഉം 144. ഈ 2 നമ്പേഴ്സിൽ ഗ്രേറ്റർ നമ്പർ ഏതാണ്? ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഗ്രേറ്റർ നമ്പർ ഏതാണ്? 144 ആണ്.
So we will write like this: 144 minus 132. Okay, 144 minus 132. What is the answer? അത് നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്യാം അല്ലേ? സോ 4 minus 2. 4 minus 2 is 2. Then 4 minus 3. 4 minus 3 is 1. Then 1 minus 1. 1 minus 1 0. അപ്പോൾ 0 എഴുതണം ഇവിടെ? വേണ്ട, ഇവിടെ എഴുതണ്ട. കാരണം എന്താ, ഇനി ഇങ്ങോട്ട് നമ്പേഴ്സ് ഒന്നുമില്ല, അതുകൊണ്ടാണ് നമ്മളിവിടെ എഴുതാത്തത്. ഓക്കെ, പക്ഷെ നമ്മൾ ഇവിടെ സെൻറ്ററിലൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എഴുതേണ്ടി വരും, കാരണം അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് സൈഡിൽ നമ്പേഴ്സ് വരുന്നത് കൊണ്ട്. പക്ഷേ ഇവിടെ ഈ പ്രോബ്ലത്തിൽ നമുക്ക് ഈ 100ൻ്റെ പ്ലേസിന് ശേഷം വേറെ ഒരു പ്ലേസും വരുന്നില്ല, ഒരു എമൗണ്ടും വരുന്നില്ല. സോ വി വിൽ റൈറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, 0 ഇവിടെ നമ്മൾ എഴുതി കാണിക്കേണ്ട, നമുക്കറിയാം 0 ആണെന്ന്. സോ ദ ആൻസർ ഈസ്, എത്ര ആൻസർ? യെസ്, 12. അപ്പോൾ നമ്മൾ സെൻറ്റൻസ് ആക്കി എഴുതണം. എങ്ങനെ എഴുതുക? അപ്പോൾ നമുക്ക് എഴുതാം 12 pages are left for 12 pages are left for Lisa to read. Okay, we will write like this. അപ്പോൾ ഇങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത്. അപ്പോൾ എത്ര പേജസാണ് ബാക്കിയായിട്ടുള്ളത്? 12 pages. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു പിക്ചർ കണ്ടല്ലോ. ഈ പിക്ചറിൽ എന്താ നിങ്ങൾ കാണുന്നത്? യെസ്, കുറേ കുട്ടികളുണ്ട് അല്ലേ? കുട്ടികൾ എന്താ ചെയ്യുന്നത്? അവരെന്തോ ഗെയിം കളിക്കുകയാണ്. എന്ത് ഗെയിമാണത്? യെസ്, ക്രിക്കറ്റ് അല്ലേ? ക്രിക്കറ്റ് കളിക്കുകയാണ്. അവരുടെ കയ്യിൽ ബാറ്റ് ഉണ്ട്, ബോളൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു കുട്ടി ബോൾ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒരു കുട്ടി ബാറ്റ് കൊണ്ട് ബോൾ അടിക്കാൻ നിൽക്കുകയാണ്. നമ്മൾ ക്രിക്കറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട് അല്ലേ? ഫസ്റ്റ് ഇന്നിങ്സ്, സെക്കൻഡ് ഇന്നിങ്സ്, റൺ ഔട്ട്, അങ്ങനെയൊക്കെ ഒരുപാട് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയുമോ അതൊക്കെ? അപ്പോൾ നമ്മൾ ഇന്നിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഫസ്റ്റ് സ്കോർ ചെയ്യും അല്ലേ? ഫസ്റ്റ് എത്ര 6 ഓവറിൽ നമ്മൾ എത്ര ബോൾ അടിച്ചു, അതിൽ എത്ര സ്കോറ് കിട്ടി, എത്ര റൺ എടുത്തു എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അങ്ങനെ ഇവിടെ കുറച്ച് ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട് നമുക്ക്. എന്താണ് തന്നിട്ടുള്ളത്? അപ്പോൾ ഇവിടെ ഇഷ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് കേട്ടോ. ആ കുട്ടിയാണ് നമുക്ക്, ആ കുട്ടിയുടെ സ്കോറാണ് ഇവിടെ കാണിക്കുന്നത്. എത്ര ക്രിക്കറ്റിൽ എത്ര റൺസ് എടുത്തു എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇഷ scored 110 runs in the first innings. Isha scored 110 runs in the first innings and 185 runs in the second innings. അപ്പോൾ ഇഷ എന്ത് ചെയ്തു? ഫസ്റ്റ് ഇന്നിങ്സിൽ, ആദ്യത്തെ ഇന്നിങ്സിൽ 110 റൺസ് എടുത്തു. സെക്കൻഡ് ഇന്നിങ്സിൽ 185 റൺസ് എടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഹൗ മെനി റൺസ് ഡിഡ് ഷീ സ്കോർ ഇൻ ദ 2 innings? ഹൗ മെനി എന്താ? ഹൗ മെനി പറഞ്ഞാൽ അറിയാലോ. ഹൗ മെനി റൺസ് എന്താ? ഓട് അല്ലേ? ഇവിടെ ഓരോ തവണ റൺസ് എടുത്ത്, ക്രിക്കറ്റിൽ റൺസ് എടുത്തത് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഡിഡ് ഷീ സ്കോർ ഇൻ ദ 2 innings? അപ്പോൾ ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അണ്ടർലൈൻ ചെയ്യണം. മാം ഇവിടെ ഓൾറെഡി അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. 2 നമ്പർ. ഫസ്റ്റ് ഇന്നിങ്സിൽ ഇഷയ്ക്ക് കിട്ടിയ റൺസ് എത്രയാണ്? യെസ്, 110. മാം ഇത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് ഇന്നിങ്സിൽ കിട്ടിയ എത്രയാണ്? 185 റൺസ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അണ്ടർലൈൻ ഇട്ട് വയ്ക്കുക. നമുക്ക് അത് മാത്രം നോക്കി വെച്ച് നമുക്ക് വേഗം ഉത്തരം കണ്ടെത്താൻ പറ്റും. ഇനി വേറെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഹൗ മെനി റൺസ് ഡിഡ് ഷീ സ്കോർ ഇൻ ദ 2 innings? ഹൗ മെനി എത്ര? എന്താണ് ചോദിക്കുന്നത്? എത്ര? എന്തെത്ര? ഷീ സ്കോർ ഇൻ ദ 2 innings. 2 innings ആണ് എന്താ? 2 innings അല്ലേ? അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇന്നിങ്സ്, ഒന്നാമത്തെ ഇന്നിങ്സും പറഞ്ഞു, സെക്കൻഡ് ഇന്നിങ്സ്, രണ്ടാമത്തെ ഇന്നിങ്സും പറഞ്ഞു.
അപ്പോൾ 2 എന്താ ഉദ്ദേശിക്കുന്നത്, എന്താ 2 പറഞ്ഞാൽ ഫസ്റ്റ് ഇന്നിങ്സും സെക്കൻഡ് ഇന്നിങ്സും കൂടി. ഓക്കെ, ഹൗ മെനി റൺസ് ഡിഡ് ഷീ സ്കോർ ഇൻ ദ 2 ഇന്നിങ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇന്നിങ്സും സെക്കൻഡ് ഇന്നിങ്സും കൂടി എത്ര സ്കോർ ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്താണ് ചെയ്യേണ്ടത്, സബ്ട്രാക്ഷൻ ആണോ അതോ അഡീഷൻ ആണോ? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ, എന്തായിരിക്കും? അഡീഷന് യൂസ് ചെയ്യുന്ന വേർഡ്സ് നിങ്ങൾക്ക് അറിയാലോ, അതുപോലെ സബ്ട്രാക്ഷന് യൂസ് ചെയ്യുന്ന വേർഡ്സും അറിയാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഹൗ മെനി റൺസ് ഡിഡ് ഷീ സ്കോർ ഇൻ ദ 2 ഇന്നിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ മെനി, എത്ര. ഹൗ മെനി റൺസ് ഡിഡ് ഷീ സ്കോർ, എത്ര റൺസാണ് അവൾ സ്കോർ ചെയ്തത് ഇൻ ദ 2 ഇന്നിങ്സ്, 2 ഇന്നിങ്സിലും കൂടിയിട്ട് എത്ര റൺസ് സ്കോർ ചെയ്തു എന്ന് ചോദിച്ചാൽ നമ്മളവിടെ എന്താ ചെയ്യേണ്ടത്? അഡീഷനാണോ സബ്ട്രാക്ഷനാണോ? യെസ്, അഡീഷൻ ആണല്ലേ. നമ്മൾ 2 ഇന്നിങ്സിൻ്റെ സ്കോറും കൂടി ആഡ് ചെയ്താൽ നമുക്കൊരു ബിഗ് എമൗണ്ട് കിട്ടും. അപ്പോൾ അതാണ് ഇവിടെ ആൻസറായി എഴുതേണ്ടത്. അപ്പോൾ 2 ഇന്നിങ്സിലും കൂടി എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കുറച്ച് മിഠായി വാങ്ങി. ഓക്കെ, അപ്പോൾ ആദ്യം ഷോപ്പിൽ പോയിട്ട് നിങ്ങൾ കുറച്ച് മിഠായി 10 സ്വീറ്റ്സ് വാങ്ങി, എന്നിട്ട് വീട്ടിലോട്ട് തിരിച്ചു വന്നു. പിന്നെ വീണ്ടും നിങ്ങൾ ഒന്നും കൂടി ഷോപ്പിൽ പോയിട്ട് വേറെ കുറച്ച് മിഠായി കൂടി വാങ്ങി. എന്ന് നിങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ കയ്യിൽ എത്ര, 2 പ്രാവശ്യം ഷോപ്പിൽ പോയി വന്നിട്ട് നിങ്ങളുടെ കയ്യിൽ എത്ര മിഠായി ഉണ്ട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം പോയി വാങ്ങിയ മിഠായികളും രണ്ടാമത് പോയി വാങ്ങിയ മിഠായികളും തമ്മിൽ കൂട്ടി നോക്കൂലേ, ആഡ് ചെയ്ത് നോക്കും, എണ്ണി നോക്കും നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര എണ്ണം ഉണ്ടെന്ന്. അതുപോലെ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇന്നിങ്സിൽ സ്കോർ ചെയ്തതും സെക്കൻഡ് ഇന്നിങ്സിൽ സ്കോർ ചെയ്തതും കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ആഡ് ചെയ്യണം. അപ്പോൾ എന്താ വരിക? നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എമൗണ്ട് എന്താണ്? 110. എന്താ അഡീഷനല്ല ചെയ്യേണ്ടത്? പ്ലസ് 185. ഓക്കെ, 110 പ്ലസ് 185. ഒന്ന് വേഗം ചെയ്ത് നിങ്ങൾ എന്തായിരിക്കും ആൻസർ? 0 പ്ലസ് 5 എത്രയാ? 0 പ്ലസ് 5, യെസ് 5 തന്നെയല്ലേ? 0 പ്ലസ് 5 തന്നെയാണ്. ദെൻ 1 പ്ലസ് 8 എത്ര? 1 പ്ലസ് 8, യെസ് 1 പ്ലസ് 8 ഈസ് 9. 1 പ്ലസ് 8 ഈസ് 9. ദെൻ 1 പ്ലസ് 1, 1 പ്ലസ് 1, യെസ് 2. സോ the answer is 295. The answer is 295. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? സെൻറ്റൻസ് ആക്കി എഴുതണ്ടേ? ആൻസർ 295 കിട്ടി. നമ്മൾ എങ്ങനെ സെൻറ്റൻസ് ആക്കി എഴുതും? നമുക്ക് വേറെ പേജിൽ മാം സെൻറ്റൻസ് ആക്കി എഴുതരാം. ഓക്കെ, ഓക്കെ ലിസൺ, നമ്മൾ സെൻറ്റൻസ് ആക്കി എഴുതാൻ പോവുകയാണ്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ സെൻറ്റൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആൻസറും സെൻറ്റൻസ് ആക്കി എഴുതണം. സോ ഇഷ സ്കോർഡ്, എത്രയാണ് ആൻസർ? യെസ് 295 runs. ഓക്കെ, 295 runs in the 2 innings. In the 2 innings. So Isha scored 295 runs in the 2 innings. ഇങ്ങനെ സെൻറ്റൻസിലാക്കിയിട്ട് വേണം നിങ്ങൾ എഴുതാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി അഡീഷനും പഠിച്ചു കഴിഞ്ഞു, സബ്ട്രാക്ഷനും പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനും മറ്റും ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ 2 അഡീഷൻ്റെ ക്വസ്റ്റ്യൻസും സബ്ട്രാക്ഷൻ്റെ ക്വസ്റ്റ്യൻസും മിക്സ് ആയിട്ടാണ് ചോദിക്കുക. ഈ സെൻറ്റൻസ് വായിച്ച് നോക്കി നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം, ഇത് അഡീഷൻ ആണോ അതോ സബ്ട്രാക്ഷൻ ആണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററോട് അവസാനിക്കുകയാണ്. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ മുമ്പ് സബ്ട്രാക്ഷൻ പഠിച്ചു കഴിഞ്ഞതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് സബ്ട്രാക്ഷൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഈ സെൻറ്റൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ മാത്രം ചെറിയൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുള്ളൂ. അത് നമുക്ക് പ്രാക്ടീസിലൂടെ നമുക്കത് പ്രാക്ടീസ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, സോ
let's wind up our class. Okay, are you ready?